ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഖുവൈലത്ത് റളിയല്ലാഹു അൻഹ അത്ര സന്തോഷവതിയല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരീക്ഷിച്ചു. ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ അവിടുന്ന് പോയതിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹയുടെ സാഹചര്യങ്ങളെക്കുറിച്ചും സന്ദർഭങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ ഭർത്താവില്ലാത്ത ഒരു ഭാര്യയാണ്. അവരുടെ ഭർത്താവ് പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെപ്പോലെയാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഖുവൈലത്ത് ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഭാര്യയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു, വരാൻ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ തിരുസവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ സുന്നത്തിന് എതിര് പ്രവർത്തിക്കുന്നുണ്ടോ?